ആയോഗ് പുറത്തുവിട്ട ഏറ്റവും പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലിനെസ് ഇൻഡെക്സ് 2026 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ തമിഴ്നാട് 3-ാം സ്ഥാനത്ത്. ഈ സൂചികയിൽ ഗുജറാത്തും മഹാരാഷ്ട്രയുമാണ് തമിഴ്നാടിന് മുന്നിലുള്ളത്. സംസ്ഥാനത്തെ 1-ാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്ക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളിയായി വിലയിരുത്തുന്നു. നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം തമിഴ്നാടിനെ മുൻനിരയിൽ നിലനിർത്തുന്ന പ്രധാന ഘടകങ്ങൾ ഇവയൊക്കെയാണ്. രാജ്യത്തെ ഏറ്റവും മികച്ചതും കാര്യക്ഷമവുമായ വ്യവസായിക ഇടനാഴികൾ തമിഴ്നാട്ടിലുണ്ട്. ചെന്നൈ, കോയമ്പത്തൂർ, ഹൊസൂർ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന മികച്ച റോഡ് സൗകര്യങ്ങളും ഓട്ടോമൊബൈൽ, ടെക്സ്റ്റൈൽ വ്യവസായങ്ങൾക്കായുള്ള വിശാലമായ റെയിൽ ശൃംഖലയുമുണ്ട്. കപ്പലുകൾ വന്നു പോകുന്നതിനുള്ള സമയം, ഏറ്റവും കുറഞ്ഞ മികച്ച തുറമുഖ സൗകര്യങ്ങൾ, കാറ്റിൽ നിന്നും സൗരോർജ്ജത്തിൽ നിന്നുമുള്ള വൈദ്യുതി ഉൽപാദനം, വലിയ സംസ്ഥാനങ്ങളുടെ ശരാശരിയേക്കാൾ കുറഞ്ഞ വൈദ്യുതി വിതരണ നഷ്ടം, ഇതൊക്കെയാണ്. എന്നാൽ സംസ്ഥാനം 3-ാം സ്ഥാനത്ത് തുടരുമ്പോഴും രാജ്യത്തെ ഏറ്റവും മികച്ച നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാകാൻ ചില മേഖലകളിൽ തമിഴ്നാട് ഇനിയും മെച്ചപ്പെടാനുണ്ടെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പരിഹരിക്കേണ്ട പ്രധാന പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ്. എയർപോർട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ, വിമാനത്താവളങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. മലിനജല സംസ്കരണം, കാര്യക്ഷമമായ സീവേജ് മാനേജ്മെന്റ് സംവിധാനങ്ങളുടെ കുറവ്, ലോജിസ്റ്റിക് തടസ്സങ്ങൾ, നഗരങ്ങളിലെ ഗതാഗത കുരുക്കുകളും മറ്റ് സിവിക് പ്രശ്നങ്ങളും പരിഹരിക്കുക. 2035ഓടെ തമിഴ്നാടിനെ $1.5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ മുഖ്യമന്ത്രി ജോസഫ് വിജയ് മുന്നോട്ടു പോകുന്നത്. അതിനാൽ നീതി ആയോഗ് ചൂണ്ടിക്കാണിച്ച ഈ പോരായ്മകൾ പരിഹരിച്ച് തമിഴ്നാടിനെ 1-ാം സ്ഥാനത്തേക്ക് ഉയർത്തുക എന്നത് അദ്ദേഹത്തിന്റെ സർക്കാരിന് വലിയൊരു ഭരണപരമായ വെല്ലുവിളിയാണ്. നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം ആദ്യ 3 സ്ഥാനങ്ങൾ നേടിയ സംസ്ഥാനങ്ങൾ ഗുജറാത്താണ്. 56.6 ഇവരുടെ പോയിന്റ് നില. മഹാരാഷ്ട്ര 53.7 രണ്ടാമതുണ്ട്. തമിഴ്നാടാണ് മൂന്നാമത്, 53.3. റിപ്പോർട്ട് പ്രകാരം ഇൻഫ്രാസ്ട്രക്ചർ, ബിസിനസ് അന്തരീക്ഷം എന്നിവയിൽ തമിഴ്നാട് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കമ്പനികളുമായി ഒപ്പുവെക്കുന്ന നിക്ഷേപ ധാരണാപത്രങ്ങൾ ഏതാണ്ട് 100% യഥാർത്ഥ പ്രോജക്ടുകളാക്കി മാറ്റാൻ തമിഴ്നാടിന് സാധിക്കുന്നുണ്ട്. നിക്ഷേപകർക്കായുള്ള പരാതി പരിഹാരത്തിന് ബിസ് ബെഡി ഗൈഡൻസ് തമിഴ്നാട് പോർട്ടലുകൾ വഴി 30 ദിവസത്തിനകം പരിഹാരം ഉറപ്പാക്കുന്നു. തമിഴ്നാടിന്റെ കയറ്റുമതി നിരക്ക് വലിയ സംസ്ഥാനങ്ങളുടെ ശരാശരിയേക്കാൾ 36% കൂടുതലാണ്. ചരക്ക് ശേഷിക്ക് അനുസൃതമായി നോക്കുമ്പോൾ കപ്പലുകളുടെ ടേൺ അറൌണ്ട് സമയം രാജ്യത്ത് 3ാമത്തെ ഏറ്റവും മികച്ചതാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ അഡൽ ടിങ്കറിംഗ് ലാബുകളുള്ള 2ാമത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. മുഖ്യമന്ത്രി വിജയ്ക്ക് മുന്നിലുള്ള കടുത്ത വെല്ലുവിളികൾ ഇവയൊക്കെയാണ്. ഇതുകൂടാതെ മറ്റു ചില പ്രശ്നങ്ങൾ കൂടി മുഖ്യമന്ത്രി വിജയ്ക്ക് മുന്നിലുണ്ട്. സാമ്പത്തിക ആരോഗ്യം, തമിഴ്നാടിന്റെ ഏറ്റവും വലിയ പോരായ്മ സാമ്പത്തിക പ്രതിസന്ധിയാണ്. സംസ്ഥാനത്തിന്റെ കടബാധ്യത മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 31%. വരുമാനത്തിന്റെ 3.4% തുക പലിശയടയ്ക്കാനായി മാത്രം മാറ്റിവെക്കേണ്ടി വരുന്നു. ചെന്നൈ പോർട്ടിലേക്ക് അടുത്ത ഗതാഗത കുരുക്കും ചരക്ക് നീക്കത്തിലെ തടസ്സങ്ങളും ഉണ്ട്. നീതി ആയോഗ് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉപയോഗിച്ച ഡേറ്റ മുൻ സർക്കാരിന്റെ കാലത്തെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പോരായ്മകൾ പരിഹരിച്ച് തമിഴ്നാടിനെ 1ാമതെത്തിക്കുക എന്നത് മുഖ്യമന്ത്രി സി ജോസഫ് വിജയിയുടെ ഭരണമികവിന്റെ യഥാർത്ഥ പരീക്ഷണമാകും. കൂടാതെ തമിഴ്നാട് വെട്രിക്കഴകം സർക്കാരിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം അധികാരത്തിലെത്തിയ ശേഷം കുറഞ്ഞ കാലയളവിനുള്ളിൽ കൈവരിച്ച പ്രധാന നേട്ടങ്ങളും എടുത്തു പറയേണ്ടതാണ്. അഴിമതിക്കെതിരെയുള്ള കടുത്ത നടപടികൾ, അധികാരമേറ്റയുടൻ തന്നെ അഴിമതിരഹിത ഭരണം ഉറപ്പാക്കാൻ വിജയ് ശക്തമായ നടപടികൾ സ്വീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഴിമതിയെക്കുറിച്ച് നേരിട്ട് പരാതിപ്പെടാൻ വാട്സ്ആപ്പ് ഹെൽപ്പ് ലൈൻ സംവിധാനം ആരംഭിച്ചു. സ്വന്തം വകുപ്പുകളിൽ അഴിമതിയോ ക്രമക്കേടുകളോ കണ്ടെത്തിയാൽ എത്ര ഉന്നതരായാലും മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കുമെന്നും നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും ക്യാബിനറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി കർശന മുന്നറിയിപ്പ് നൽകി. ചെങ്കൽപ്പേട്ടിൽ കോൺട്രാക്ടറിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ TVK പാർട്ടി ഭാരവാഹിയെ ഉടനടി പുറത്താക്കുകയും അറസ്റ്റ് ചെയ്യിക്കുകയും ചെയ്തു. കൂടാതെ ക്രമക്കേട് നടത്തിയ ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷനിലെ 6 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. തമിഴ്നാടിനെ വൻ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് വ്യവസായ പ്രമുഖരുമായി ചർച്ചകൾ നടത്തുന്നുമുണ്ട്. ചെന്നൈ മറൈമേലൈ നഗറിലുള്ള നിർമ്മാണ പ്ലാന്റിൽ ഉൽപാദനവും വിപുലീകരണവും പുനരാരംഭിക്കാൻ ഫോർഡ് വൈസ് പ്രസിഡന്റുമായി മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തി. മുഖ്യമന്ത്രി നേരിട്ട് കളത്തിലിറങ്ങി പരിശോധനകളും നടത്തുന്നുണ്ട്. ചെന്നൈ ചേത്പട്ടിലെ 100 ടൺ ശേഷിയുള്ള ബയോ CNG പ്ലാന്റിൽ മുഖ്യമന്ത്രി നേരിട്ട് മിന്നൽ പരിശോധന നടത്തുകയും ഉറവിട മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തു. ഗ്രാമീണ മേഖലയിലെയും പിന്നോക്ക വിഭാഗങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് തുല്യനിധി ഉറപ്പാക്കാൻ നീറ്റ് പരീക്ഷ നിർത്തലാക്കണമെന്ന തമിഴ്നാടിന്റെ ദീർഘകാല ആവശ്യത്തിൽ കേന്ദ്ര സർക്കാരിന് മേൽ അദ്ദേഹം ശക്തമായ സമ്മർദ്ദം തുടരുന്നുമുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളിലും നിക്ഷേപ ചട്ടക്കൂടിലും തമിഴ്നാട് മുൻപന്തിയിലായപ്പോൾ സാമ്പത്തികാരോഗ്യത്തിൽ സംസ്ഥാനം പിന്നിലായിപ്പോയതാണ് 1ാം റാങ്ക് നഷ്ടപ്പെടാൻ കാരണം. ഇതെല്ലാം നികത്തി മുൻപന്തിയിലേക്ക് എത്താനാണ് തമിഴ്നാട് ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.